ഹായ് എവരിബഡി. നമ്മളിന്ന് പി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ കെമിസ്ട്രിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചുണ്ട്, പി ബ്ലോക്ക് എലമെന്റ് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ് ഉണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് വരുന്നത്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൊത്തം 18 ഗ്രൂപ്പും 7 പീരീഡുമാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പീരീഡ് അതിനെ എസ് ബ്ലോക്ക് എന്നും, ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള പീരീഡ് പി ബ്ലോക്ക് ആണ് നമ്മൾ പറയുന്നത്. അതിനിടയ്ക്ക് കാണുന്ന 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്കിൽ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷൻ പറയാം. അതിൽ തന്നെ ഡി ബ്ലോക്കിന്റെ ഉള്ളിലായിട്ടാണ്, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഉള്ളിലായിട്ടാണ് എഫ് ബ്ലോക്ക് കാണപ്പെടുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ താഴെയായിട്ട് എഴുതുന്നു. അപ്പൊ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18. അതാണ് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള എല്ലാ എലമെന്റ്സും പഠിക്കണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗ്രൂപ്പ് 13 ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, ഗ്രൂപ്പ് 14 ഒരു പ്രത്യേകതകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ ഫാമിലീസും ഓരോ പ്രത്യേകതകളാണ് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ ഗ്രൂപ്പായിട്ട് നോക്കാം. ആദ്യത്തെ വരുന്നത് ഗ്രൂപ്പ് 13 എലമെന്റ്സ്. ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് 13 വരുന്നത്. ഇതിൽ ഫസ്റ്റ് മെമ്പർ ബോറോൺ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 13 ഈസ് കാൾഡ് ബോറോൺ ഫാമിലി. നമ്മൾ ഗ്രൂപ്പ് 13 ആണ് ബോറോൺ ഫാമിലി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 13 ഈസ് കാൾഡ് ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ സംബന്ധിച്ചാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3 ഇലക്ട്രോൺസ് ആണ് കാണപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോൾ 2s2 2p1, 3s2 3p1, 4s2 4p1, 5s2 5p1, 6s2 6p1. അപ്പൊ ഷെൽസിന്റെ നമ്പർ മാത്രമേ കൂടുന്നുള്ളൂ. പക്ഷെ ഔട്ടർ മോസ്റ്റ് നമുക്ക് എത്ര വരുന്നുണ്ട്? 2 + 1 3. 3 ഇലക്ട്രോൺസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. നമ്മൾ അതേ ഓർഡറിൽ എലമെന്റ്സ് പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് എക്സാംസിന് ആൻസർ ചെയ്യാൻ. ആദ്യത്തെ നമ്മുടെ ബോറോൺ. ബോറോണിന്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്? ബോറോണിന്റെ പ്രിപ്പറേഷന് വരുന്നത് ആദ്യം സോഡിയം ബോറേറ്റിനെ ആസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറിക് ആസിഡ് കിട്ടുന്നു. Na2B4O7 HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ പ്ലസ് വാട്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നു? H3BO3. H3BO3 ആണ് ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. ബോറിക് ആസിഡ്. ഈ ബോറിക് ആസിഡിനെ ഫർദർ ആയിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബോറിക് ഓക്സൈഡ് കിട്ടുന്നു. ആ ബോറിക് ഓക്സൈഡിനെ മെഗ്നീഷ്യം വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോറോൺ കിട്ടുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ 3 സ്റ്റെപ്പ് പ്രോസസ്. ആദ്യം സോഡിയം ബോറേറ്റിന് ബോറിക് ആസിഡ് കിട്ടുന്നു, പിന്നെ ബോറിക് ഓക്സൈഡ് കിട്ടുന്നു, അതിനുശേഷമാണ് ബോറോൺ കിട്ടുന്നത്. ഇങ്ങനെയാണ് ബോറോണിന്റെ പ്രിപ്പറേഷൻ. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, ഹാർഡ് ആണ്, ചില ന്യൂട്രോൺസ് ഒക്കെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ന്യൂട്രോൺ അബ്സോർബർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കളർ നോക്കുന്ന സമയത്ത് സ്റ്റീൽ ഗ്രേ ആണ്. പക്ഷെ മറ്റുള്ള എലമെന്റ്സുമായിട്ട് കുറച്ച് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനും ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ആണ് വരുന്നുണ്ട്. പക്ഷെ ബോറോണിന് മാത്രം ചില വ്യത്യാസങ്ങളുണ്ട്. അത് ബോറോണിന് മാത്രമല്ല, ഏകദേശം ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറിനെല്ലാം ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്തൊക്കെ വ്യത്യാസമാണെന്ന് വെച്ചാൽ ബോറോൺ ഒരിക്കലും പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യുന്നില്ല, ഇപ്പോഴും നെഗറ്റീവ് അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ഇറ്റ് ഓൾവേസ് ഫോംസ് കോവാലന്റ് കോമ്പൗണ്ട്സ്. മറ്റുള്ള എലമെന്റ്സ് ഒക്കെ അയോണിക് ബോണ്ട്സ് കൂടി കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ബോറോൺ കോവാലന്റ് കോമ്പൗണ്ട്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. പിന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ് ബോറോൺ. അലുമിനിയം ആണെങ്കിൽ നമുക്കറിയാൻ പറ്റിയ മെറ്റൽ, ഗാലിയം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. പക്ഷെ ബോറോണിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വരുന്നത്. എന്താണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്? ഇപ്പൊ ബോറോൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബോറിക് ഓക്സൈഡ്. അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണല്ലോ. ബോറോണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ബോറിക് ഓക്സൈഡ് B2O3. ബോറോണും നൈട്രജനും കൂടി റിയാക്ട് ചെയ്താൽ ബോറോൺ നൈട്രൈഡ് Bn. ഓക്കെ.
ഇനി ബോറോണും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സോഡിയം ബോറേറ്റ്. ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം, എക്സാംസിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ എ എന്നൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ബോറോൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എ എന്നത് കിട്ടി, എ ഫർദർ ആയിട്ട് മെഗ്നീഷ്യം വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ ബി കിട്ടി, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആ എയും ബിയും ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ റിയാക്ഷൻസ് ഓർത്ത് വെക്കണം. ബോറോണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ P2O3, ബോറോണും നൈട്രജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ BN ബോറോൺ നൈട്രേറ്റ്, ബോറോണും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ബോറേറ്റ് NaB2. ഇനി ബോറോണും ആസിഡുമായിട്ടാണെങ്കിൽ ഇത് ആൽക്കലി ആയിരുന്നു, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബോറിക് ആസിഡ് H3BO3. കണ്ടോ, ഓരോന്നിനും ഓരോ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇനി ബോറോൺ മെഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് Mg3B2 കിട്ടും. അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഫൈനലി ഡൈബോറൈൻ കിട്ടുന്നു. ഡൈബോറൈൻ ഒരു ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇങ്ങനെയാണ് ഇത്രയും റിയാക്ഷൻസ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി സിലിക്കയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടുന്നത് B2O3 തന്നെയാണ്. അപ്പൊ ബോറോണിന്റെ പ്രത്യേകതകൾ ഒന്ന് നമ്മൾ നോട്ട് ചെയ്യുന്ന പ്രത്യേകതകളാണ് ഇതിൽ പറയുന്നത്. അതിന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലായത് കൊണ്ട് തന്നെ അത് വലിയ ജി ആൻഡ് കോവാലന്റ് പോളിമറിക് സ്ട്രക്ചർ ആയിട്ടാണ് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും നിൽക്കുന്നത്. പിന്നെ ആലോചിക്കേണ്ട കാര്യം H3BO3 അതാണ് ബി ഓയിസ്ത്രൈസ്, അത് ആസിഡ് ആണ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്രിക് ആണ്. താലിയം ഹൈഡ്രോക്സൈഡ് ബേസിക് ആണ്. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ് ഇൻക്രീസസ്, ഹൈഡ്രോക്സൈഡിന്റെ ബേസിസിറ്റി കൂടുന്നു. അതിലെ ബോറോണിന്റെ ഇത് H3BO3 അതെന്താണ്, അസിഡിക് ആണ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്രിക് ആണ്, അസിഡിക്കുമായിട്ട് ആക്ട് ചെയ്യും ബേസിക് ആയിട്ട് ആക്ട് ചെയ്യും. താലിയം ഹൈഡ്രോക്സൈഡ് അതെന്താണ്, ബേസിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഇലക്ട്രോ പോസിറ്റീവ് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ താഴേക്ക് വരുമ്പോൾ കൂടുന്നു. ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. അപ്പൊ ബോറോൺ നോൺ മെറ്റൽ ആണ്, അലുമിനിയം മെറ്റൽ ആണ്, താലിയം മെറ്റൽ ആണ്. അപ്പൊ ബോറോൺ നോൺ മെറ്റൽ ആയതുകൊണ്ടാണ് അത് എന്ത് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്, അസിഡിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇത് മെറ്റൽ ആയതുകൊണ്ടാണ് ഇത് ബേസിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി തൊട്ടടുത്ത എലമെന്റ് ബോറോണും അലുമിനിയം തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പൊ ബോറോൺ സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, H3BO3 കിട്ടുന്നു, SO2 ലിബറേറ്റ് ചെയ്യുന്നു. അലുമിനിയം ആണ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അവിടെ അലുമിനിയം സൾഫേറ്റ് SO2ഉം കുറച്ച് വാട്ടറും കിട്ടുന്നു. അപ്പൊ നമുക്ക് പൊതുവെ പറയാം ബോറോൺ ആൻഡ് അലുമിനിയം റിയാക്ട്സ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ലിബറേറ്റ്സ് SO2. ക്ലിയർ അല്ലേ? ബോറോണും അലുമിനിയം സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലിബറേറ്റ് ചെയ്യുന്നത്, SO2. ഇനി ബോറോണും അലുമിനിയവും ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, H2 ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. മുമ്പത്തെ കേസിൽ SO2 ആണെങ്കിൽ ഇവിടെ H2. ഇനി രണ്ട് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ബോറോൺ ആണെങ്കിൽ ബോറോണിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും, അലുമിനിയം ആണെങ്കിൽ അലുമിനിയത്തിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും. അതിന്റെ ടെമ്പറേച്ചർ ഒന്ന് 700°C ഒന്ന് 800°C വരുന്നത്. ഈ ഓക്സൈഡ്സ് ആംഫോട്ടറിക് ആണ്, അതായത് അത് ആസിഡ്സിലും ഡിസോൾവ് ചെയ്യും ആൽക്കലീസിലും ഡിസോൾവ് ചെയ്യും. അങ്ങനെ അതിന്റെ സാൾട്സ് അത് ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നൈട്രൈറ്റ്സിന്റെ ഫോർമേഷൻ. ബോറോണും നൈട്രജനും കൂടി റിയാക്ട് ചെയ്താൽ നമ്മൾ മുമ്പ് പറഞ്ഞു എന്താണ് കിട്ടുന്നത്, അവിടെ ബോറോൺ നൈട്രൈഡ് ആണ് കിട്ടുന്നത്. അലുമിനിയം നൈട്രജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അലുമിനിയം നൈട്രൈഡ് കിട്ടുന്നു. ബോറോണും അമോണിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും നമുക്ക് നൈട്രൈറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ബോറോണോ അല്ലെങ്കിൽ അലുമിനിയം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അമോണിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് നൈട്രൈറ്റ്സ് കിട്ടുന്നു. ഒന്നിലാണെങ്കിൽ BN കിട്ടുന്നു, അടുത്തതാണെങ്കിൽ ALN കിട്ടുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. ഈ നൈട്രൈറ്റ്സ് എല്ലാം തന്നെ സ്റ്റീമുമായിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് അമോണിയ കിട്ടുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? നൈട്രൈഡ് അല്ലെങ്കിൽ നൈട്രജനുമായിട്ട് കമ്പയർ ചെയ്ത് ബോറോൺ നൈട്രൈഡ് കിട്ടുന്നു, അത് സ്റ്റീമുമായിട്ട് ഡീകമ്പോസ് ചെയ്ത് എന്ത് കിട്ടുന്നു, അമോണിയ റിലീസ് ചെയ്യുന്നു. ഓക്കെ,
അടുത്തത് സൾഫൈഡ്സിന്റെ ഫോർമേഷൻ. അപ്പൊ സൾഫൈഡ്സിന്റെ ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് വരുന്നത്? സൾഫൈഡ്സ് ആണെങ്കിൽ, അതായത് ഇപ്പൊ ബോറോൺ സൾഫൈഡ് വാട്ടറുമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബോറിക് ആസിഡ് കിട്ടുന്നു. അത് നമുക്ക് വാട്ടറുമായിട്ട് ഹൈഡ്രോളിസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം അതിന്റെ സൾഫൈഡ് ഫോം ചെയ്യുന്നു. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബോറിക് ആസിഡ് കിട്ടുന്നത്. അതുപോലെ അലുമിനിയം സൾഫൈഡ് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോ അലുമിനിയം അല്ലെങ്കിൽ ബോറോണിന്റെ സൾഫൈഡ്സിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ്സ് ആണ് കിട്ടുന്നത്. കണ്ടോ? BOH ത്രൈസ്, അതാണ് H3BO3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AlOH ത്രൈസ് കിട്ടുന്നു. ഇനി ക്ലോറൈഡ്സ്, ഇതെന്ത് ചെയ്യുന്നു? ഹാലജനും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറൈഡ്സ് ഫോം ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ ഓക്സൈഡ്സിന്റെയും ചാർക്കോളിന്റെയും മിക്സറുമായിട്ട് ക്ലോറിനേഷൻ നടത്താം. ഡയറക്റ്റ് ക്ലോറിനേഷൻ BCl3 കിട്ടുന്നത്. B2O3 ഓക്സൈഡും ചാർക്കോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും BCl3 ആണ് കിട്ടുന്നത്. സെയിം വിത്ത് ദ കേസ് ഓഫ് അലുമിനിയം. ഓക്കെ, ഈ ക്ലോറൈഡ്സിന്റെ പ്രത്യേകത ദേ ആർ കോവാലന്റ്. അപ്പൊ BCl3 അല്ലെങ്കിൽ AlCl3 എന്ന് പറയുന്നത് ദേ ആർ കോവാലന്റ്. ദേ ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ് ബൈ വാട്ടർ ടു ഗിവ് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ്സ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ്സ് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോറോണിന്റെ കേസിൽ P-Pi ബാക്ക് ബോണ്ടിങ് അവൈലബിൾ ആണ്. P-Pi ബാക്ക് ബോണ്ടിങ് ബോറോണിൽ അവൈലബിൾ ആണ്, പക്ഷെ ഹാലൈഡ്സിന്റെ അലുമിനിയത്തിൽ അവൈലബിൾ അല്ല. അപ്പൊ ബോറോൺ ഹാലൈഡ്സിൽ ഈ P-Pi ബാക്ക് ബോണ്ടിങ് കാണിക്കാനുള്ള ടെൻഡൻസി കൂടുകയും അത് ബോറോൺ ഹാലൈഡ്സിൽ മാക്സിമം ആണ് കാണിക്കുന്നത്. താഴേക്ക് വരുന്തോറും, അതായത് ബോറോൺ തൊട്ട് താലിയം വരെ താഴേക്ക് വരുന്തോറും ഈ P-Pi ബാക്ക് ബോണ്ടിങ് കാണിക്കാനുള്ള എബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇപ്പൊ താഴേക്ക് അലുമിനിയൊക്കെ വരുന്ന സമയത്ത് P-Pi ബാക്ക് ബോണ്ടിങ് തന്നെ കാണിക്കുന്നില്ല. ഇനി ബോറോൺ എന്ന താലിയത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ +1 ഓക്സിഡേഷൻ ആണ് സ്റ്റേബിൾ. ബോറോൺ ആകുമ്പോൾ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. താലിയത്തിന്റെ കേസിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. അതിന് കാരണം ഇനർട്ട് പെയർ ഇഫക്റ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ബോറോണിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ്. ബോറോണിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു P2H6. P2H6ന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ PF3OET2 അതിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് P2H6 കിട്ടുന്നു. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മെത്തേഡേ നമുക്ക് പഠിക്കാനുള്ളൂ, അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഡൈബോറിനെ സംബന്ധിച്ച് ഒരു കളർലെസ് ഗ്യാസ് ആണ്. അത് വാട്ടറുമായിട്ട് ഡീകമ്പോസ് ചെയ്ത് ബോറിക് ആസിഡ് കിട്ടുന്നു. അത് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. P2H6നെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുന്നത്? We get H3PO3. ഇനി ഇത് നമുക്ക് ഇതുപോലത്തെ ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യാം. ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? RCH ഡബിൾ ബോണ്ട് CH2 അതിലേക്കാണ് നമ്മൾ V2H6 ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ ഇതുണ്ടല്ലോ CH2 R ത്രൈസ് ഫോം ചെയ്യുന്നു. ഈ ഒരു H ഇങ്ങോട്ടേക്ക് പോയി CH2 R ത്രൈസ്, അങ്ങനെ ഇതിനെയാണ് ഹൈഡ്രോബോറേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡീഷൻ ഓഫ് ബോറോൺ ഹൈഡ്രൈഡ് ഓർ ഡൈബോറേൻ ടു C ഡബിൾ ബോണ്ട് C സിസ്റ്റം ഈസ് കാൾഡ് ഹൈഡ്രോബോറേഷൻ റിയാക്ഷൻ. മനസ്സിലായോ? അടുത്തത് ബോറിക് ആസിഡ്. എന്താണ് ബോറിക് ആസിഡിന്റെ ഫോർമുല? H3BO3. അതാണ് ബോറിക് ആസിഡിന്റെ ഫോർമുല. മെറ്റാബോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ HbO2. ഇതിന്റെ മോളിക്കുലർ ഫോർമുലയൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇത് രണ്ടുമാണ് ബോറോണിന്റെ ഓക്സോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞാൽ ഇതാണ്. ഇത് നമുക്കൊരു പ്രിപ്പറേഷൻ മെത്തേഡ് ആയിട്ട് നോക്കാം. അതായത് B2H6ലേക്ക് ഹൈഡ്രോളിസിസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ബോറിക് ആസിഡും ഹൈഡ്രജനും കിട്ടുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സോഡിയം ബോറേറ്റിലേക്ക് അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ബോറിക് ആസിഡ് കിട്ടുന്നു.
ഈ ബോറിക് ആസിഡിന്റെ പ്രത്യേകത അത് മോഡറേറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ബോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റാബോറിക് ആസിഡ് ഫോം ചെയ്യുന്നു. എന്തായിരുന്നു മെറ്റാബോറിക് ആസിഡിന്റെ ഫോർമുല? HbO2. അത് ഫർദർ ആയിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ബോറിക് ഓക്സൈഡ് B2O3 കിട്ടുന്നുണ്ട്. അപ്പൊ സൊല്യൂഷനിൽ മെറ്റാബോറിക് ആസിഡ് ഓർത്തോബോറിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്തതാണ് ബൊറാക്സ്. ബൊറാക്സിന്റെ ഫോർമുല പഠിക്കണം. Ne2B4O7.10H2O. ഇത് കാൽഷ്യം ബോറേറ്റിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെറിയ ഓക്സൈഡ്സ് ആയിട്ട് മാറുന്നു. ഇതിന് പ്രധാനപ്പെട്ടതാണ് ബൊറാക്സ് ബീറ്റ് ടെസ്റ്റ്. അതായത് ഈ മെറ്റാബൊറേറ്റ്സ് ട്രാൻസിഷൻ മെറ്റൽ സാൾട്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കളർ ഫോം ചെയ്യും. അതുകൊണ്ട് ഏത് എലമെന്റ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഇത് ഉപയോഗിക്കും. അപ്പൊ ഏതാണോ നമ്മൾ എടുക്കുന്ന മെറ്റൽ അതിനനുസരിച്ചിരിക്കും അതിന്റെ കളർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കോപ്പർ ആണ് എടുക്കുന്ന മെറ്റൽ വെച്ചാൽ അത് സോഡിയം ബോറേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫ്ലെയിം റെഡ് കളർ ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ ഇതാണ് എന്നുള്ളത്. ഇനി ബോറിക് ഓക്സൈഡ് എന്ത് ഓക്സൈഡ് ആണ്? B2O3. നമ്മൾ മുമ്പ് ഹൈഡ്രോക്സൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. B2O3 ഒരു ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. B2O3 is an amphoteric oxide. ഇനി ബോറോൺ ട്രൈവാലന്റ് നേച്ചർ ആണ്. അതൊന്ന് നോട്ട് ചെയ്യുക. H3BO3 ആസിഡ് ആണ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക് ആണ്. താലിയം ഹൈഡ്രോക്സൈഡ് ബേസിക് ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം വരിക. അമോണിയം ക്ലോറൈഡിലേക്ക് BCl3 ആഡ് ചെയ്തപ്പോൾ A കിട്ടി. അതിനുശേഷം സോഡിയം ബോറേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് സോഡിയം ബോറോഹൈഡ്രേറ്റുമായി ട്രീറ്റ് ചെയ്ത സമയത്ത് B കിട്ടി. എയിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ C കിട്ടി. അപ്പൊ എന്താണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചോദ്യം വരും. അപ്പൊ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റിയാക്ഷൻസ് തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി ചോദ്യത്തിൽ വരുന്നത് മാത്രം. അടുത്തത് കാർബൺ ഫാമിലി, ഗ്രൂപ്പ് 40. അപ്പൊ കാർബൺ ഫാമിലിയിൽ വരുമ്പോൾ ആദ്യത്തെ എലമെന്റ് സ്വാഭാവികമായിട്ടും കാർബൺ ആയിരിക്കും. ദെൻ സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെല്ലാം 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. കണ്ടോ? 2+2 4, 3s2 3p2, 4s2 4p2, 5s2 5p2, 6s2 6p2. അവിടെ 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഓക്കെ. ആദ്യത്തെ എലമെന്റ് കാർബൺ. അപ്പൊ കാർബണിന് പ്രധാനമായിട്ട് 3 അലോട്രോപിക് ഫോം ആണുള്ളത്. ഒന്ന് ഡയമണ്ട്, വേറൊന്ന് ഗ്രാഫൈറ്റ്, അടുത്തതാണ് ഫില്ലറൻസ് എന്ന് പറയുന്നത്. ഈ ഡയമണ്ട് ഗ്രാഫൈറ്റും ക്രിസ്റ്റലൈൻ ഫോംസ് ആണ്. അമോർഫോസ് ഫോമിൽ പറയുന്നതാണ് കോള്, ചാർക്കോള്, കോക്ക്. അതൊക്കെ അമോർഫോസ് ഫോമിൽ പറയുന്നതാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറയുന്നത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫില്ലറൻസ് ആണ്. അപ്പൊ കാർബണിന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാർബൺ മോണോക്സൈഡ്. അപ്പൊ കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് നമുക്കറിയാം, വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്യാസ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഹെവി മെറ്റൽസിനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ്. ഇതിന് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാംസിന് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. CO+H2 അതിന്റെ മിക്സറാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. സിഒയും H2 ആണ് എന്ത്? വാട്ടർ ഗ്യാസ്. സിഒയും N2നെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് വാട്ടർ ഗ്യാസ് ആണ്, ഇത് പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്. ഓർത്ത് വെക്കാൻ എളുപ്പം. വാട്ടർ പറഞ്ഞാൽ H2O. അപ്പൊ H2വും സിഒയും വാട്ടർ ഗ്യാസും, പ്രൊഡ്യൂസർ ഗ്യാസ് പറയുമ്പോൾ N2വും സിഒയും ആയിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതൊരു പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. പല എലമെന്റ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് ബ്ലൂ ആയിട്ടാണ് ബേൺ ചെയ്യുന്നത്. അടുത്ത കോമ്പൗണ്ട് ആണ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ പരിചയമുള്ള ഒരു കോമ്പൗണ്ട്. കാൽഷ്യം കാർബണേറ്റിനെ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ലൈം വാട്ടറിനെ മിൽക്കി ആക്കുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. അതാണ് മിൽക്കിനെസ്സിന് കാരണമാകുന്നത്.
പിന്നെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് CO2-നെയാണ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്പെസിഫിക്കലി ഉള്ള പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കാർബൺ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് നമുക്ക് കാർബൈഡ്സ് കിട്ടുന്നത്. അപ്പൊ കാർബൈഡ്സ് തന്നെ 3 തരത്തിലുണ്ട്. സാൾട്ട് കാർബൈഡ്സ് ഉണ്ട്, കോവലന്റ് കാർബൈഡ്സ് ഉണ്ട്, ഇന്റർസ്റ്റീഷ്യൽ കാർബൈഡ്സ് ഉണ്ട്. സാൾട്ടൈഡ് കാർബൈഡ്സ് എന്ന് പറഞ്ഞാൽ അസറ്റലൈഡ് അല്ലെങ്കിൽ മെത്തനൈഡ് അയോണിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള അയോണിക് സാൾട്ട്സ് ആണ്. അയോണിക് സാൾട്ട്സിനെയാണ് സാൾട്ടൈഡ് കാർബൈഡ് എന്ന് പറയുന്നത്. അവിടെ അസറ്റലൈഡ് അയോണിനെയോ മെത്തനൈഡ് അയോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. കാൽസ്യം കാർബൈഡ് ആണെങ്കിൽ അത് സിലിക്കൺ, ബോറോൺ തുടങ്ങിയ നോൺ മെറ്റൽസുമായിട്ടുള്ള കാർബൈഡ്സ് ആണ്. ഇത് കോവലന്റ് ബോൺസ് വഴിയാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് സിലിക്കൺ കാർബൈഡ്. സിലിക്കൺ കാർബൈഡിനെയാണ് ഓർത്തു വെക്കുക കാർബോറണ്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡ്രൈ ഐസ് പഠിച്ചു, സിലിക്കൺ കാർബൈഡ്, കാർബോറണ്ടം പഠിച്ചു. ഈ ഇന്റർസ്റ്റീഷ്യൽ കാർബൈഡ് അത് ട്രാൻസിഷൻ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് ഇന്റർസ്റ്റീഷ്യൽ കാർബൈഡ്സിൽ വരുന്നത്. ഇവിടെ ടങ്സ്റ്റൺ കാർബൈഡ്, വനേഡിയം കാർബൈഡ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇപ്പൊ സിംപിളി പറയുകയാണെങ്കിൽ കാർബണും എസ് ബ്ലോക്ക് എലമെന്റ്സും ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? സാൾട്ടൈഡ് കാർബൈഡ്സ് കിട്ടുന്നു. കാർബണും പി ബ്ലോക്ക് എലമെന്റ്സും ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോവലന്റ് കാർബൈഡ്സ് കിട്ടുന്നു. പക്ഷെ സാൾട്ടൈഡ് എസ് ബ്ലോക്ക് മാത്രമല്ല, അവിടെ പലതിനെയൊക്കെ വരുന്നുണ്ട് എക്സെപ്ഷൻ. എന്നാലും നമ്മൾ ജനറലി പറയുന്നത് കാർബണും ഡി ബ്ലോക്ക് എലമെന്റുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇന്റർസ്റ്റീഷ്യൽ കാർബൈഡ്സ് ആണ് കിട്ടുന്നത്. അടുത്തത് സിലിക്കൺ. അപ്പൊ സിലിക്കൺ എന്ന് പറഞ്ഞാൽ സിലിക്കയിൽ നിന്നോ അല്ലെങ്കിൽ കാൽസ്യം കാർബൈഡിൽ നിന്നൊക്കെയോ റിഡക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സിലിക്കണിന്റെ പ്രത്യേകത 2 അലോട്രോപിക് ഫോമിൽ കാണപ്പെടുന്നു. ഒന്ന് അമോർഫസ്, ഒന്ന് ക്രിസ്റ്റലൈന്. അതിൽ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കേറ്റ്സിന്റെ ജനറൽ ഫോർമുല SiO4 2-. അതാണ് അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. SiO4 2- ആണ് അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സിലിക്കേറ്റ്സ് തന്നെ പല തരത്തിലുണ്ട്. അതിന്റെ സ്ട്രക്ചറൽ യൂണിറ്റിന് അനുസരിച്ചാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. ഇപ്പൊ നോർമൽ ഓർത്തോ സിലിക്കേറ്റ് Mg2 SiO4, നോർമൽ ഓർത്തോ സിലിക്കേറ്റ്സ് ഉണ്ട്. അതുപോലെ 2 സിലിക്ക യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫൈറോ സിലിക്കേറ്റ്സ് കിട്ടുന്നു. അതുപോലെ സൈക്ലിക് അല്ലെങ്കിൽ ലീനിയർ സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് കിട്ടുന്നു. അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ പൈറോക്സീൻസ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. ഈ 2 ചെയിൻ സിലിക്കേറ്റ് വരുന്ന സമയത്താണ് ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് ഫോം ചെയ്തതിനെ ആംഫിബോൾസ് എന്ന് പറയുന്നു. ആസ്ബസ്റ്റോസ് അതിന്റെ എക്സാമ്പിൾ ആണ്. 2 ഡയമെൻഷണൽ ഷീറ്റ്സ് ആണ് അതിൽ വരുന്നത്. ക്ലേ ഒക്കെ അതിന് ഉദാഹരണമായിട്ട് വരും. 3 ഡയമെൻഷണൽ സിലിക്കേറ്റ്സ് ആണ് അലുമിനോ സിലിക്കേറ്റ്സ് അല്ലെങ്കിൽ സിയോലൈറ്റ്സ്, ഫെൽഡസ്പാർ എന്നൊക്കെ വരുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നോർമൽ ഓർത്തോ സിലിക്കേറ്റ്സ്, പൈറോ സിലിക്കേറ്റ്സ്, ലീനിയർ സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ ആണ് ബെറൈൻ. പൈറോക്സീൻസ് എന്ന് പറയുന്നു. ഡബിൾ ആണെങ്കിൽ ആംഫിബോൾസ്, ആസ്ബസ്റ്റോസ് അതിലാണ് വരുന്നത്. പിന്നെ 2 ഡയമെൻഷൻ ഷീറ്റ് സിലിക്കേറ്റ്സ് ഉണ്ട്. ഷീറ്റ് സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ ആണ് ക്ലേ. 3 ഡയമെൻഷൻ സിലിക്കേറ്റ്സ് ആണ് സിയോലൈറ്റ്സ്, ഫെൽഡസ്പാർസ് ഒക്കെ പറയുന്നത്. അടുത്തത് സിലിക്കോൺസ്. ഇപ്പൊ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് കണ്ടെയ്നിങ് SiO-Si ലിങ്കേജസ് ഈസ് കാൾഡ് സിലിക്കോൺസ്. അപ്പൊ SiO-Si ലിങ്കേജസ് ഉള്ള ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിലിക്കോൺസ് എന്ന് പറയുന്നത്. ഇത് ലീനിയർ ആവാം, സൈക്ലിക് ആവാം, ക്രോസ് ലിങ്കഡ് ആവാം. ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ക്ലോറൈഡിലേക്ക് സിലിക്കൺ ടെട്രാക്ലോറൈഡ് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് അല്ലെങ്കിൽ സിലിക്കോൺസ് കിട്ടുന്നത്. റിയാക്ഷൻ ഒന്നും പഠിച്ചു വെക്കേണ്ടതില്ല, പ്രത്യേകതകൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. അടുത്തതാണ് ഗ്ലാസ്. ഗ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് എ ട്രാൻസ്പാരന്റ് ഓർ ട്രാൻസ്ലൂസന്റ് അമോർഫസ് സൂപ്പർഫുൾഡ് സൊല്യൂഷൻ ഓഫ് സിലിക്കേറ്റ്സ് ആൻഡ് ബോറേറ്റ്സ്. ബോറേറ്റ്സിന്റെയും സിലിക്കേറ്റ്സിന്റെയും സൂപ്പർഫുൾഡ് ആയിട്ടുള്ള അമോർഫസ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ പൊട്ടാസ്യം, കാൽസ്യം, ലെഡ് തുടങ്ങിയ സിലിക്കേറ്റ്സ് ആണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഓരോ ഗ്ലാസിനും ഓരോ കമ്പോസിഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പെർട്ടിക്കുലർലി നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏത് ഗ്ലാസ് ആണോ മാനുഫാക്ചർ ചെയ്യേണ്ടത് അതിന്റെ ഓക്സൈഡ്സ് ഉപയോഗിക്കും. ഇപ്പൊ സിലിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാൻഡ് ഉപയോഗിക്കണം. അപ്പോൾ ഫൈൻ വെറൈറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബോറോൺ ട്രൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ബൊറാക്സ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ലോ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഉള്ള ഗ്ലാസിനൊക്കെ ബോറോൺ ട്രൈ ഓക്സൈഡ് ഉപയോഗിക്കാം. ഈ ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആണെങ്കിലോ നമുക്ക് ഒപ്പാലസന്റ് ഗ്ലാസ് ആണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബേസിക് ഓക്സൈഡ്സ് ഉപയോഗിക്കും. ഇപ്പൊ സിങ്ക് ഓക്സൈഡ്, ടെക് ഓക്സൈഡ്, അത് ഓരോ ഏത് ആവശ്യത്തിനാണോ നമ്മൾ ഉണ്ടാക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഉള്ളത്.
പിന്നെ നമ്മൾ പറഞ്ഞാണ് സിലിക്കം കാർബൈഡ് അല്ലെങ്കിൽ കാർബോറണ്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ഡയമണ്ട് അയോണിക് ആണോ കോവാലന്റ് ആണോ? നോട്ട് ചെയ്യുക, ഡയമണ്ട് കോവാലന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിലെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് ഒരു റിവിഷൻ പോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അടുത്തത് ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എലമെന്റ്സ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, വിസ്പർ. ദിസ് ഈസ് നോൺ ആസ് നൈട്രജൻ ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് നിക്കോജൻസ്. നൈട്രജൻ ഫാമിലിയുടെ വേറൊരു പേരാണ് നിക്കോജൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ഇറ്റ് ഈസ് 5 ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റിൽ വരുന്നത്. 5 ഇലക്ട്രോൺസ് ആണ് ഇതില് ഔട്ടർമോസ്റ്റ് ഷെല്ലില് വരുന്നത്. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് താഴേക്ക് വരുമ്പോൾ കൂടുന്നു. അയണൈസേഷൻ എൻതാൽപ്പി താഴേക്ക് വരുമ്പോൾ കുറയുന്നു. അതിന് കാരണം നമ്മൾ ബേസിക്കലി പറയുന്നുണ്ട്, ഷെൽസിന്റെ എണ്ണം കൂടുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കുറയുന്നു, അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. പിന്നെ എല്ലാ എലമെന്റ്സും പോളി അറ്റോമിക് ആണ്. N2 ഡൈനൈട്രജൻ, ഇപ്പൊ ഫോസ്ഫറസ് ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് 8 ആയിട്ടായിരിക്കും. ഇപ്പൊ ഓരോ എലമെന്റ്സ് നോക്കുമ്പോഴും അത് പോളി അറ്റോമിക് ആണ്. മെൽറ്റിംഗ് പോയിന്റ് താഴേക്ക് വരുമ്പോൾ കൂടി വരുന്നുണ്ട്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റെബിലിറ്റി കൂടുന്നത്. അതിന് കാരണം ഇനർട്ട് പെയർ എഫക്റ്റ് ആണ്. നൈട്രജൻ പ്രധാനമായിട്ടും +1, +2, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നു. അമോണിയ NH3, ഫോസ്ഫീൻ PH3, ASH3, SbH3, അങ്ങനെ EH3 ടൈപ്സ് ഉള്ള ഹൈഡ്രൈഡ്സ് ആണ് ഇത് ഫോം ചെയ്യുന്നത്. താഴേക്ക് വരുമ്പോൾ ബേസിസിറ്റി കുറയുന്നു. അപ്പൊ അമോണിയ ആണ് മോസ്റ്റ് ബേസിക്, ബിസ്മത്ത് ഹൈഡ്രൈഡ് ആണ് ലീസ്റ്റ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 തരം ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. E2O5 അതാണ് പ്രധാനമായിട്ട് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ E2O3 ആണ് വേറെ ഒന്ന്. അതിന്റെ അസിഡിക് ക്യാരക്ടർ താഴേക്ക് വരുമ്പോൾ കുറയുന്നു. അപ്പൊ ഹൈഡ്രൈഡ്സിന്റെ ബേസിസിറ്റിയും ഓക്സൈഡ്സിന്റെ അസിഡിറ്റിയും താഴേക്ക് വരുമ്പോൾ കുറയുന്നു. ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്താലും EX3, EX5 എന്ന 2 ഹാലൈഡ്സ് ആണ് അത് ഫോം ചെയ്യുന്നത്. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എല്ലാവരും കാണിക്കുന്നത്. നൈട്രജന്റെ മാത്രമുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സൈസ് കുറവാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്, ഡി ഓർബിറ്റൽസ് ഒന്നും തന്നെ ഇല്ല, p മൾട്ടിപ്പിൾ ബോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അത് മറ്റുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഉണ്ടാവും. ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ആദ്യത്തന്നെ N2 ഡൈനൈട്രജൻ. ഡൈനൈട്രജൻ എന്ന് പറയുന്നത് കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് നോൺ ടോക്സിക് ഗ്യാസ് ആണ്. ഇത് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് N2 ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ അമോണിയം ഡൈക്രമേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൈനൈട്രജൻ കിട്ടുന്നുണ്ട്. ഇനി N2 ഉം H2 കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് NH3. It is called Haber's process. The industrial production of ammonia is known as Haber's process. ഡൈനൈട്രജനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. The main use of dioxygen only at a very high temperature to form nitric oxide. NO എന്ന നൈട്രിക് ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഡൈനൈട്രജന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമോണിയ മാനുഫാക്ചറിങ്ങിന്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ഉള്ള ഇത് മാനുഫാക്ചർ ചെയ്യാൻ ഇതിലെല്ലാം തന്നെ ഉപയോഗിക്കാം. ലിക്വിഡ് നൈട്രജൻ ആണ് പ്രധാനമായിട്ടും റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് അമോണിയ. അമോണിയയുടെ ഫോർമുല ഓർത്ത് വെക്കുക, NH2CO NH2. NH2 അതാണ് യൂറിയയുടെ ഫോർമുല. അമോണിയയുടെ ഫോർമുലയാണ് NH3. അപ്പൊ യൂറിയയെ ഹൈഡ്രോളിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അമോണിയം കാർബണേറ്റ് കിട്ടുന്നു. അത് ഫർദർ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് അമോണിയ കിട്ടുന്നത്. യൂറിയയുടെ ഫോർമുലയാണ് NH2CO NH2. യൂറിയയിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും അമോണിയ ഉണ്ടാക്കുന്നത്. വേറൊരു പ്രോസസ്സാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഹേബേഴ്സ് പ്രോസസ്. N2 + 3H2 gives 2NH3. അമോണിയ ഒരു കളർലെസ് ഗ്യാസ് ആണ്. പഞ്ചന്റ് ഓർഡർ ആണ് വരുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. അമോണിയ അസിഡിക് ആണോ ബേസിക് ആണോ? ബേസിക് നേച്ചർ ആണ് കാണപ്പെടുന്നത്. ഇനി അമോണിയ പ്രധാനമായിട്ടും നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നൈട്രോജന്റെ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒന്ന് നോട്ട് വെക്കുക. N2O, NO, N2O3, NO2, N2O4, N2O5.
ഇതിന്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നൈട്രിക് NO എന്ന് പറയുന്ന പാരാമാഗ്നറ്റിക് ആണ്. അതിൽ അൺപെയർഡ് ഇലക്ട്രോൺ, പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ അത് പാരാമാഗ്നറ്റിക്, ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഡയാമാഗ്നറ്റിക്കുമാണ്. അതൊന്ന് നോട്ട് ചെയ്യുക. NO മോളിക്യൂളിൽ 11 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് പാരാമാഗ്നറ്റിക് നേച്ചർ ആണ്. സൊല്യൂഷൻ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഡൈമർ ആവുകയും ആ അൺപെയർഡ് ഇലക്ട്രോൺസ് പെയർഡ് ആവുകയും ചെയ്യുന്ന സമയത്താണ് അത് ഡയാമാഗ്നറ്റിക് നേച്ചർ ആയിട്ട് മാറുന്നത്. അടുത്തത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പറയുന്ന പേരാണ് ഓസ്വാൾഡ് പ്രോസസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നത് ലിക്വിഡ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ ലിക്വിഡ്, ഒരു കളർലെസ് ലിക്വിഡ് ആണ് നൈട്രിക് ആസിഡ് വരുന്നത്. മെറ്റൽസുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് H2 ലിബറേറ്റ് ചെയ്യുന്നു. അപ്പൊ നൈട്രേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പൊ നൈട്രേറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഫോസ്ഫറസ്, ഫോസ്ഫറസ് തന്നെ പലതരത്തിലുണ്ട്. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രത്യേകത അത് ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് കാണപ്പെടുന്നത്. ബോണ്ട് ആംഗിൾ 60 ഡിഗ്രിയാണ് വരുന്നത്. റെഡ് ഫോസ്ഫറസ് ആണെങ്കിലോ P4 ചെയിനിൽ നിന്നും ഒരു PP ലിങ്കേജ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് റെഡ് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസ് ആണെങ്കിൽ ഗ്രാഫൈറ്റ് പോലെയുള്ള ഹെക്സഗണൽ ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഫോസ്ഫറസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം അത് മാച്ച് ഇൻഡസ്ട്രി, അതുപോലെ റാറ്റ് പോയിസൺ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എലിവേഷനുമായിട്ട് ഉപയോഗിക്കുന്നതാണ് വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതിലെ കോമ്പൗണ്ട്സ്, അതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കണ്ട. കോമ്പൗണ്ട്സ് ഒന്ന് ഓർത്ത് വെക്കുക. PCl3, അതുപോലെ PCl5. ഓക്സിഡോ ആസിഡ്സ് ഓർത്ത് വെക്കണം. അതിന്റെ പേരും ഫോർമുലയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ H3PO2. എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ്. അതിന്റെ സ്ട്രക്ചർ നോക്കണം. ആവുന്ന സമയത്ത് എങ്ങനെയാണ് H3PO2ന്റെ സ്ട്രക്ചർ വരിക? ഫോസ്ഫറസ് ഉണ്ട്, ഒരു OH, H, ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരിക. H3PO2. ഇതാണ് H3PO2ന്റെ സ്ട്രക്ചർ. ഓർത്തോ ഫോസ്ഫറസ് ആണെങ്കിലോ P ഉണ്ട്, PO, OH, OH, H. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അങ്ങനെ ഓരോന്നിനെയും ഫോർമുല പഠിക്കുക. H3PO, H4P2O5 പൈറോഫോസ്ഫറസ്, ഹൈപ്പോഫോസ്ഫറിക്, H4P2O6. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ട്രക്ചർ വരച്ച് നമുക്ക് എത്ര POH ബോണ്ട് ഉണ്ട്, PH ബോണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അടുത്തത് ഗ്രൂപ്പ് 16. ഗ്രൂപ്പ് 16 എന്ന് പറയുമ്പോൾ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം. ദേ ആർ ഓൾസോ നോൺ ആസ് ടാൽക്കോജൻസ്. ഓക്കെ, ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് താഴേക്ക് വരുമ്പോൾ കൂട്ടുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഓക്സിജൻ ഉള്ളത് സൾഫറിനേക്കാളും. സൾഫർ തൊട്ട് പിന്നെയും ലെസ് ആയിട്ട് നെഗറ്റീവ് വാല്യൂ ആയിട്ട് പോകുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഓക്സിജനും സൾഫറും നോൺ മെറ്റൽ ആണ്. സെലീനിയവും ടെല്ലൂറിയവും മെറ്റലോയിഡ് ആണ്. പൊളോണിയം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റൽ ആണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്നു. ഇനി ഓക്സിജന്റെ അനോമാലസ് ബിഹേവിയർ. ഓക്സിജന്റെ അനോമാലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം സൈസ് കുറവാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. H2O ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതേസമയം H2S ഗ്യാസ് ആണ്. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നു. H2O, H2S, H2Se, H2Te തുടങ്ങിയ H2E ടൈപ്പ് ഹൈഡ്രൈഡ്സ് ആണ് അത് ഫോം ചെയ്യുന്നത്. താഴേക്ക് വരുംതോറും റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടിയിട്ടാണ് വരുന്നത്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് EO2, EO3 എന്ന 2 തരം ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഹാലജൻസുമായി റിയാക്ട് ചെയ്ത് EX6, EX4, EX2 എന്ന 3 ടൈപ്പ് ഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഡൈ ഓക്സിജന്റെ പ്രത്യേകത നമുക്ക് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ലോറൈഡ്സ്, നൈട്രേറ്റ്സ്, പെർമാംഗനേറ്റ്സിനൊക്കെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡൈ ഓക്സിജൻ കിട്ടുന്നു. അതിന്റെ പ്രത്യേകത ഇതൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ്. സൾഫർ 2 തരത്തിലുണ്ട്, ആൽഫ സൾഫറും ബീറ്റ സൾഫറും. ആൽഫ സൾഫറിന്റെ വേറൊരു പേരാണ് റോംബിക് സൾഫർ. ബീറ്റ സൾഫറിന്റെ വേറൊരു പേരാണ് മോണോക്ലിനിക് സൾഫർ.
ഇതാണ് രണ്ട് സൾഫർ, ആൽഫ സൾഫറും ബീറ്റ സൾഫറും. SO2 ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഒരു പഞ്ചിന് സ്മെല്ലുള്ള പെട്രോളിയം ഷുഗർ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് SO2. ഇതിലും നമുക്ക് ഓക്സോ ആസിഡ്സ് ഉണ്ട്, അതും നമ്മൾ പഠിക്കണം. ഓരോന്നിന്റെയും ഫോർമുല സഹിതം നമ്മൾ പഠിക്കണം. അതായത് ഇപ്പോൾ സൾഫ്യൂരസ് ആസിഡ് H2SO3, സൾഫ്യൂരിക് ആസിഡ് H2SO4, പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ് H2S2O8, ഒലിയം H2S2O7, അങ്ങനെ പറയുന്നതാണ് സൾഫറിന്റെ ഓക്സോ ആസിഡ്സ്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ എന്ന് പറയുന്ന പേരാണ് കോൺടാക്ട് പ്രോസസ്. ഓസ്വാൾഡ് പ്രോസസ് നൈട്രിക് ആസിഡ് ആണ്, പേപ്പർ പ്രോസസ് അമോണിയ ആണ്, കോൺടാക്ട് പ്രോസസ് സൾഫ്യൂരിക് ആസിഡ് ആണ്. കോൺടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ് P2O5. ഓക്കെ, ഇതൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. അടുത്തത് ഹാലജൻ ഫാമിലി, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. അപ്പൊ they are known as halogens. ഹാലോ എന്ന് പറഞ്ഞാൽ സാൾട്ട് ലൈക്ക് എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ ഉപ്പിലൊക്കെ കാണുന്ന സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉപ്പാണ്, ആ ക്ലോറൈഡ് ഒക്കെ ഉള്ളത് ഹാലജൻ ഫാമിലിയിലാണ്. ആദ്യത്തെ രണ്ടും ഗ്യാസ് ആണ്, ബ്രോമിൻ ലിക്വിഡ് ആണ്, അയഡിനും അസ്റ്റാറ്റിനും സോളിഡ് ആണ്. എല്ലാം നോൺ മെറ്റാലിക് ആണ്, പക്ഷെ നോൺ മെറ്റാലിക് ക്യാരക്ടർ താഴേക്ക് വരുന്തോറും കുറഞ്ഞാണ് കാണുന്നത്. അയഡിന് മെറ്റാലിക് ലെസ്റ്റർ ഉണ്ടാവും, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് സബ്ലിമേഷൻ അണ്ടർഗോ ചെയ്യും. അയോണിക് റേഡിയസ്, അറ്റോമിക് റേഡിയസ്, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡെൻസിറ്റി ഇവയെല്ലാം തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അയണൈസേഷൻ പൊട്ടൻഷ്യലും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഡൗൺ ദ ഗ്രൂപ്പ് കുറയുന്നു. ആദ്യത്തേന് കൂടുതലായിരിക്കും, താഴേക്ക് വരുന്തോറും കുറയുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി ഫ്ലൂറിൻ ടു ക്ലോറിൻ കൂടുന്നു, അതിനുശേഷം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. 1 ആണ് വാലൻസി. പ്രധാനമായിട്ടും കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. പക്ഷെ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ബോണ്ട് എനർജി F2-നാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറവ്. അതിന് കാരണം ലാർജർ ഇലക്ട്രോൺ റിപ്പൽഷൻ ആണ്. പിന്നെ ഓക്സിഡൈസിങ് പവർ, ഇലക്ട്രോൺ അഫിനിറ്റി മാക്സിമം ഉള്ളത് ക്ലോറിൻ ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാക്സിമം ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഫ്ലൂറിനും മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള എലമെന്റ് ക്ലോറിനുമാണ്. അതുകൊണ്ട് തന്നെ ഹാലജൻസ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ് ഫോം ചെയ്യുന്നു. റിയാക്ടിവിറ്റി ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ. HCl, HBr, HA ഒക്കെ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫ്ലൂറിൻ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ, അയഡിൻ റിയാക്ട് ചെയ്യുന്നില്ല, അതൊന്ന് നോട്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഒരു എലമെന്റിനെ മാറ്റി വേറൊരു എലമെന്റ് വരുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പോൾ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഹാലജൻ ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഹാലജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത് വെച്ചാൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുമായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർ ഹാലജൻസ് കിട്ടുന്നത്. AB3, AB5, AB7 എന്ന ഹാലൈഡ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫ്ലൂറിനും ഇവിടെ അനോമാലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാത്തിനും കോമൺ കാരണങ്ങളാണ്. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ്. ക്ലോറിന്റെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീകൺസ് പ്രോസസ്, അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ബ്ലീച്ചിങ് പൗഡർ കാരണം ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഈസ് ഡ്യൂ ടു നേസന്റ് ഓക്സിജൻ, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബിറ്റ്യൂൺ എന്ന് പറയുന്നത് 0.25% ബ്രോമിൻ അല്ലെങ്കിൽ മഗ്നീഷ്യം ബ്രോമൈഡിനെയാണ് ബിറ്റ്യൂൺ എന്ന് പറയുന്നത്. ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഓക്സോ ആസിഡ്സ് ഉണ്ട്, HClO, HClO2, HClO3, ഹൈപ്പോഹാലസ്, അങ്ങനെ ഹൈപ്പോഹാലൈറ്റ്, അങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. HXO ആണെങ്കിൽ ഹൈപ്പോഹാലസ് എന്ന് പറയുന്നു. HXO2 ആണെങ്കിൽ ഹാലസ്, HXO3 ആണെങ്കിൽ ഹാലിക്, HXO4 ആണെങ്കിൽ പെർഹാലിക് എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻസും ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ഗ്രൂപ്പ് 18, അവസാനത്തെ നോബിൾ ഗ്യാസസ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡൺ, ഇത്രയുമാണ് വരുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് തന്നെ ദേ ആർ സ്റ്റേബിൾ ഇൻ, അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്, ഹൈലി സ്റ്റേബിൾ ആണ്, എനർജി വളരെ കുറവാണ്.
അപ്പൊ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ദിവാർസ് കോക്കനട്ട് ചാർക്കോൾ അബ്സോർപ്ഷൻ മെത്തേഡ് വഴിയാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ട്രെൻഡ്സും വരുന്നത്. അയനൈസേഷൻ എനർജി വളരെയധികം കൂടുതലാണ്, കാരണം ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട്. കംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ഇലക്ട്രോൺ അഫിനിറ്റി 0 ഫോർ നോബിൾ ഗ്യാസസ്. മോണോ ആറ്റോമിസിറ്റി മറ്റുള്ള ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് മോണോ ആറ്റോമിക് ആയിട്ടാണ് കാണപ്പെടുന്നത്. വാട്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വരുന്നത്. വാട്ടറിൽ സ്ലൈറ്റ്ലി സോള്യുബിൾ ആണ്, പൊതുവെ ഇനേർട്ട് ആണ്, പക്ഷെ ഹയർ മെമ്പേഴ്സ് കുറച്ചും കൂടെ റിയാക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ നിയോണിന്റെ യൂസസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് എക്സാം ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആണ്, റേഡിയോ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് റാഡൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ ഇതോടെ കംപ്ലീറ്റ് ചെയ്തു. ഈ സ്റ്റഡി മെറ്റീരിയൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ വാക്കും വിടാതെ നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം എന്നുള്ളതാണ്. അതുപോലെ ഡീക്കൻസ് പ്രോസസ്, കോണ്ടാക്ട് പ്രോസസ്, ഓസ്വാൾഡ് പ്രോസസ്, ഡ്രൈ ഐസ്, അങ്ങനത്തെ ചില കെമിക്കൽ ടേംസ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.